ഞാൻ ഇൻട്രോ ആയിട്ട് ലാസ്റ്റായിട്ട് എടുക്കുന്നത്. അപ്പം വീഡിയോ എന്ന് പറയുന്നത് ഒരു വോട്ടായിറ്റിനിടെയാണ്. ലൈക്ക് ഇതുവരെ ഞാൻ ചെയ്തത് ഫുൾ ഷോർട്ടായിട്ടുള്ള വോട്ടായിറ്റിനിടെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ തന്നെ ഇടാന്ന്. ആൻഡ് വോട്ടായിട്ട് മാത്രമല്ല കേട്ടോ, ഞാൻ അമ്മാൻ്റെ കൂടെ ഡോക്ടറെ അടുത്തൊക്കെ പോയിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെറിയൊരു വ്ളോഗാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരാം. രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേന് ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ക്ലിപ്പൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഒരു 7 മണി 7:30 ആയിട്ടാണ്. എണീച്ചതും ബെഡൊക്കെ ഒന്ന് വെച്ചിട്ട് റെഡിയാക്കി. പിന്നെ ബ്രഷ് ചെയ്തു, ഫേസ് വാഷ് ചെയ്തു. ഞാൻ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ ഈ സാഫ്രോൺ ആൻഡ് പപ്പായൻ്റെ ഫേസ് വാഷാണ്. അടിപൊളിയാട്ടോ. ജസ്റ്റ് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ നേരെ താഴത്തേക്ക് ഇറങ്ങി വരും. ഇതിൻ്റെ റൂമിൻ്റെ നേരത്തെ താഴെയുള്ളൊരു ജനലാണ്. അപ്പം ഇവിടുത്തെ കേർട്ടൻസ് മാറ്റി കുറച്ച് നേരം പുറത്തിങ്ങനെ നോക്കിക്കുമ്പോൾ ഇത് വേറെ തന്നെ രസമാണ്. പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെയും കുറച്ച് കേർട്ടൻസ് ഉണ്ട്. അപ്പം അത് മാറ്റി ജനൽ തുറന്നിട്ടില്ലെങ്കിൽ ജനലൊക്കെ തുറന്ന് കുറച്ച് നേരം പുറത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. ഒരു മൈൻഡ് റിലീഫാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കും. ഇത് എപ്പോഴും ഒന്നുമില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചായ കുടിച്ചാലായി. പിന്നെ ആ സമയത്ത് ഉമ്മച്ചി മീൻ വന്നപ്പോൾ പോയി മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയിലയും പിന്നെ പുതിയാപ്പിളക്കോരയായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരുന്നു. ഓൾമോസ്റ്റ് ഉമ്മ ഇവരൊക്കെ ഫുഡ് കഴിച്ചിരുന്നു, ഞാൻ മാത്രമായിരുന്നു ലാസ്റ്റ് പെട്ടി. ആൻഡ് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. കട്ടൻ ചായയും ദോശയും ചിക്കൻ കറി, പിന്നെ എനിക്ക് ഒരു ചട്നി ഇഷ്ടമാണ്. അപ്പോൾ ചട്നി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് 2 മൈൻഡ് ആയതുകൊണ്ട് തന്നെ ഏത് കഴിക്കണം എന്നൊരു ചെറിയൊരു ഇതുണ്ടായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ചിക്കൻ കറി തന്നെ ചൂസ് ചെയ്ത്. കാരണം എപ്പോഴും കിട്ടുന്നില്ലല്ലോ. അത് ഉമ്മച്ചിൻ്റെ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റാണ്, വറുത്തരച്ച ചിക്കൻ കറിയാണ്. അപ്പം ചിക്കൻ കറിയും ദോശയും കൂട്ടിയിട്ട് നല്ല ഫുഡ് കഴിച്ചു രാവിലെ. ഞാനത് കഴിഞ്ഞിട്ട് ഉമ്മച്ചി മീനൊക്കെ നന്നാക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തും ഒരു സാധനം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് എപ്പോൾ ഉമ്മ മീൻ നന്നാക്കുമ്പോൾ അപ്പോൾ ഓനെ അവിടെ പ്രസൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി ഡ്രസ്സ് മാറ്റി. നമുക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോകാനുണ്ടായിരുന്നു, ഒറ്റപ്പാലം പോകണമായിരുന്നു. എന്താ വെച്ചാൽ ഉമ്മച്ചിൻ്റെ പല്ലൊന്ന് ജസ്റ്റ് പോന്നിട്ടുണ്ട്. അപ്പം അത് തിരിച്ച് അവിടെ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കണം. ഉമ്മ ഓൾറെഡി റൂട്ട് കനാൽ ചെയ്ത പല്ലാണ്. അപ്പം അത് ജസ്റ്റ് ഒന്നുണ്ട് പറഞ്ഞു പോകുന്നു. അപ്പം അതൊന്ന് ജസ്റ്റ് അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉമ്മയുടെ പോവാണ്. ഒരുപാടുള്ളൊരു ഡെൻ്റൽ ക്ലിനിക്കിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. ഉമ്മ ആദ്യം മുതലേ അവിടെ തന്നെയായിരുന്നു കാണിച്ചിരുന്നത്, ആ ഡോക്ടറിനെയായിരുന്നു കാണിച്ചിരുന്നതും. അപ്പം അവിടേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ പോണ വഴിക്കുള്ള ഒറ്റപ്പാലം സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ചെറിയൊരു ബുക്ക് സ്റ്റോൾ ഉണ്ടല്ലോ. അപ്പം അവിടെ പോയിട്ട് ഉമ്മച്ചിക്ക് പെന്ന് വാങ്ങണം എന്ന് പറഞ്ഞായിരുന്നു. കാരണം അക്കുനും മനുവിനും ഇപ്പം ആനുവൽ എക്സാമൊക്കെ വന്നുകൊണ്ടിരിക്കല്ലേ. അപ്പം ചെക്കന്മാർക്ക് പെന്ന് വേണമല്ലോ. അപ്പം പെന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒറ്റപ്പാലം എത്തിയിട്ട് അവിടെ നോക്കിയപ്പോഴാണ് ഈ പുതിയൊരു ക്ലിനിക്ക് ആ ഡോക്ടർ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. അപ്പം ക്ലിനിക്ക് എവിടെ തപ്പി പിടിച്ച് കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫുള്ള് കഴിഞ്ഞിട്ടില്ല കേട്ടോ. പുറത്തത്തെ ഉള്ളത്തെ വ്യൂ എനിക്ക് ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല, രസമുണ്ടായിരുന്നു. അങ്ങനെ 37 പല്ലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് വന്നു. അത്യാവശ്യം ടൈം അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 11 മണി 11:30 ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഇറങ്ങുന്ന സമയം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും, 2 മണി 2:30 ആയിട്ടുണ്ടാവും. അതിൽ അത്യാവശ്യം വിശപ്പുണ്ടായിരുന്നു. അപ്പം അവിടെ അടുത്തുള്ളൊരു കഫേയിൽ കയറിയിട്ട് നമ്മളൊരു ലൈമും അതുപോലെ ഒരു ഷവർമയും കഴിച്ചു കേട്ടോ. ഷവർമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷോക്കാവുണ്ടാവും. കാരണം ഞാൻ ലൈമ് കുടിക്കൽ കുറവാണ്. ഞാൻ അങ്ങനെ എപ്പോഴും ലൈമൊന്നും കുടിക്കില്ല, എനിക്കെന്തോ ഇഷ്ടമല്ല ലൈം കുടിക്കാൻ. പക്ഷേ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. കാരണം എപ്പോഴും ഇഷ്ടമല്ല കൊണ്ട് കുടിക്കാണ്ടിരിക്കുന്നത് നല്ലതല്ല. അപ്പം ഞാനിപ്പം അങ്ങനത്തെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് എനിക്ക് റുമാലി റോളിനേക്കാളും എനിക്കിഷ്ടം ഈ ഒരു കുബൂസ് വെച്ചിട്ടുള്ള റോളുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ പിന്നെ അത് മാത്രമല്ല മയോണൈസ് നല്ല ഫിൽഡ് ആയിരിക്കും, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതായിരുന്നു എൻ്റെ ഉച്ചക്കത്തെ ഫുഡ്, ഷവർമ ആൻഡ് ലൈം. അതിനത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് വീട്ടിലെത്തിയപ്പം എനിക്ക് മധുരത്തിന് ചെറുതായിട്ട് യോഗേട്ട് കഴിക്കാൻ പൂതിയായിട്ട് ഇപ്പം ഗ്രീക്ക് യോഗേട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് എനിക്ക് ഉമ്മച്ചിയായിട്ട് ഫുഡ് വാരി തന്നത്. അപ്പം എനിക്ക് അതിൻ്റെ ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. മീൻ ഞാനാണ് കഴിച്ചുകൊണ്ടിരുന്നത്, അതാണ് ഞാൻ ഈ ഒരു ക്ലിപ്പ് എടുത്തത് കേട്ടോ. പുതിയാപ്പിളക്കോരയായിരുന്നു മീനുണ്ടായിരുന്നത്, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് മധുരത്തിന് ഒരു ഗുലാബ് ജാമുൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവിടുത്തെ ബേക്കറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഞങ്ങൾ ഷവർമ കഴിച്ചില്ലേ, ആ ബേക്കറിയിൽ നിന്ന് തന്നെ വാങ്ങിയതായിരുന്നു. നല്ല എക്സ്പെക്റ്റേഷനൊക്കെ പിടിച്ച് വാങ്ങിയതാണ്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും, വൈകിട്ട് അലിഞ്ഞു പോകുന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. നോക്കുമ്പം വിചാരിച്ച അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല, പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇത് പേളിമാണിൻ്റെ ഒരു വൈറലായിട്ടുള്ളൊരു ഓംപ്ലേറ്റ് ആണ് കേട്ടോ. അപ്പം അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതും കഴിച്ചു. പിന്നെ ഒരു ഇൻഡോമി ബാക്കി ബാലൻസ് ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ട് അങ്ങനെ പോയി കിടന്നു. അപ്പം ഇതായിരുന്നു ഞാൻ രാത്രി കഴിച്ചത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ, ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അൺടിൽ ദെൻ ബൈ.